ഹലോ ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു പെരുന്നാൾ ആഘോഷിക്കാൻ എഴുതിയിട്ടോ. അപ്പോൾ പെരുന്നാളിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ അടുത്തുള്ള താത്ത പിന്നെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. ബിരിയാണി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ ബിരിയാണി വയ്ക്കാനുള്ള സാധനങ്ങളാട്ടോ ഇപ്പോൾ ഈ കൊടുന്ന് വെച്ചത്. അപ്പോൾ എന്താ അവരെ വീട്ടിൽ നിന്ന് കൊടുന്ന് കേട്ടോ. ബിരിയാണിയുടെ അരിയുണ്ട്, പിന്നെ ചിക്കനുണ്ട്, പിന്നെ അതിലേക്കുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പച്ചക്കറി ഉണ്ട്, പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, അങ്ങനെ പട്ടയും ഗ്രാമ്പൂ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ കിറ്റ് എല്ലാ വീട്ടിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അന്നത്തെ ദിവസം പെരുന്നാൾ ദിവസം തലേദിവസമാണ് കേട്ടോ ഇത് കൊടുന്നു തരില്ല. അപ്പോൾ എല്ലാ വീട്ടിലും അന്ന് പെരുന്നാൾ എല്ലാവരും ആഘോഷിച്ചിട്ട് വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും വീട്ടിലേക്ക് ഇത് തലേദിവസം കൊടുന്നു തരുന്നത്. അപ്പോൾ ഇതേപോലെ അവർക്ക് എന്നും കൊടുക്കാനുണ്ടാവട്ടെ കേട്ടോ, എല്ലാ പ്രാവശ്യവും കൊടുക്കാനുണ്ടാവട്ടെ എന്നാണ് കേട്ടോ എല്ലാവരും പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇനി ഞങ്ങൾ ബിരിയാണി വെക്കണമെന്ന് ഞാൻ കാണിക്കണം കേട്ടോ. കാരണം എന്താ പറയുക, എല്ലാ വീട്ടിലും ഇപ്പോൾ ബിരിയാണി വെക്കുന്നതല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാണിച്ചു തരാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ അമ്പാടി ഭയങ്കര കുറുമ്പ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അവനെ ഉറക്കിയിട്ടൊക്കെ വേണം ഇത് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി രാവിലെ. അപ്പോൾ എന്താ പറയുക, സോനുവിനെ ചായ കുടിക്കാൻ വിളിച്ചത് കേട്ടോ. അപ്പോൾ സോനു പോയിട്ട് പത്തിരിയും പിന്നെ ബീഫ് കറിയൊക്കെ കഴിച്ച് വന്നു കേട്ടോ. പിന്നെ ഞാനൊന്ന് പോയി അവിടെ പോയിട്ട് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്, ഉണ്ണിയപ്പം അല്ല അരിയിലോ അങ്ങനത്തെ സാധനം കേട്ടോ, അത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടെണ്ണം അവിടെ നിന്ന് കഴിച്ച് ബാക്കിയുള്ള കുറച്ച് അവർ കൊടുത്തയച്ചത് കേട്ടോ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അത് കൊണ്ടുകൊണ്ട് പോന്നു. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഭക്ഷണം ഒന്നും അവിടെ കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിലില്ല. കാരണം അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇവിടെ അരി സാധനങ്ങൾ കിട്ടിയതല്ലേ, അപ്പോൾ ഞാൻ എന്നാൽ ഇവിടെ തന്നെ ഉണ്ടാക്കാം. പിന്നെ കുറച്ചുണ്ടാക്കി, പിന്നെ ഞാനും സോനുമല്ലേ കഴിക്കുള്ളൂ, പിന്നെ ഏട്ടനും അമ്മയൊന്നും കഴിക്കില്ല. അപ്പോൾ എനിക്ക് സോനും കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് ഇനി ഉണ്ടാക്കട്ടെ. പിന്നെ എന്താ പറയുക, ഞാൻ അവിടെ നിന്ന് കിട്ടിയ ആ അരീരം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ അരീരം. അപ്പോൾ എന്താ നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ചോദിച്ചിട്ട് ഞാനൊരു ദിവസം ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പതുപ്പുണ്ട് കേട്ടോ, ഉണ്ണിയപ്പത്തിൻ്റെ രുചി തന്നെ കേട്ടോ അത്. അപ്പോൾ ഞാൻ എന്താ പറയുക, അമ്പാടീനെ ഉറക്കിയിട്ട് വേണം പിന്നെ എന്താ പറയുക ബാക്കിയുള്ള പഠിക്കാൻ നിൽക്കാണ്ട്. കാരണം അമ്പാടി അമ്മയുടെ അടുത്തുണ്ട്, കരയുണ്ട്. അപ്പോൾ അമ്മ തോണ്ടിട്ട് ഉറക്കുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഇനി ഓന് എന്താ പറയുക, ഓനെ ഉറക്കി കിടത്തിയിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടോ. സോനുവിന് ഞാൻ കൊടുത്തേന്ന് കേട്ടോ, ബീഫൊന്നും കൊടുത്തതില്ല. സോനുവിനും അപ്പൂനും കൊടുത്തന്നെ. ഇപ്പോഴാണ് കേട്ടോ അപ്പവും സോനുവൊക്കെ കഴിക്കൽ തുടങ്ങിയത്. പിന്നെ സോനു ഇപ്പോൾ കഴിക്കൽ തുടങ്ങി പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത് നോമ്പ് തുറ ഉണ്ടായിരുന്നു പള്ളിയിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പൊറാട്ടയും ബീഫ് കറിയും കഴിച്ചു. അങ്ങനെയാണ് ഓന് ബീഫിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. ഇപ്പോൾ ഓന് ഭയങ്കര ഇഷ്ടമായിട്ടോ ബീഫ്. അപ്പോൾ ഇപ്പം പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എന്താ പറയുക ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ എന്താ പറയുക, ആദ്യമൊക്കെ ഒന്ന് മടിച്ചിട്ടോ പോകാൻ. പിന്നെ ഓന് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഓൻ്റെ പിന്നാലെ വന്നപ്പോൾ ഓന് അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഓൻ പോന്നിട്ട്. പിന്നെ ഞാൻ അങ്ങനെ ബീഫ് കഴിക്കലില്ല, മട്ടൻ കഴിക്കലില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഞാൻ അങ്ങനെ കഴിച്ച് നോക്കി അതിൻ്റെ രുചി എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ, ഈ ബീഫിൻ്റെ ഒന്നും രുചി. പിന്നെ എൻ്റെ അനിയത്തി കഴിക്കും കേട്ടോ. പിന്നെ അത് അങ്ങനെ പഠിച്ച കേട്ടോ എൻ്റെ അപ്പൂനും ഇപ്പോൾ ബീഫ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞ് നേരം പോയിട്ടോ. അപ്പോൾ ഞാൻ വേഗം ബിരിയാണി വെക്കട്ടോ. അപ്പോൾ അമ്പാടി എന്നെ ഉറക്കിയിട്ട് വേഗം ബിരിയാണി വെക്കേണ്ട സമയം ഇപ്പോൾ തന്നെ കുറച്ച് വൈകിട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒക്കെ എത്തിയ കാരണം പിന്നെ കുഞ്ഞ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കണം കേട്ടോ, കാരണം എനിക്ക് സോനുവിനും മാത്രം മതി. ഇപ്പോൾ വേറെ ആരും കഴിക്കില്ല, അമ്മയും ഏട്ടനൊന്നും കഴിക്കില്ല. അപ്പോൾ അവർക്ക് വേറെ ചിക്കൻ കറി ഉണ്ടാക്കും വേണം. അപ്പോൾ ഞാനിന്ന് വേഗം ഉണ്ടാക്കട്ടെ കേട്ടോ. ഞങ്ങളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുള്ളൂ, അധികമൊന്നും വെച്ചിട്ടില്ല. ഇതന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് 2 നേരം കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ സോനുവല്ലേ കഴിക്കണുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഏട്ടന് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ചോറിക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നേ അച്ചാർ ഉണ്ടാക്കിയിരുന്നു. പിന്നെ പുളിയഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി പിന്നെ സവോളയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക സുറുക്ക് ഒഴിച്ചിട്ട് ഒരു കച്ചമ്പറ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സോനു അവിടെ കസാരയിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഓന് വിളമ്പി കൊടുക്കട്ടെ, പിന്നെ ഞാനും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അമ്മ അവിടെ TV ആണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ കഴിക്കുന്നില്ല, അമ്മയ്ക്ക് ഇപ്പോൾ വേണ്ട പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറയുക, അമ്മ ഇതൊന്നും കഴിക്കില്ല. അമ്മ ഇതിൻ്റെ രുചി എന്താണെന്ന് അമ്മയ്ക്ക് അറിയുന്നേ ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും അങ്ങനെ ഇഷ്ടമല്ല. നെയ്ച്ചോറ്, ചിക്കൻ, അങ്ങനെ നെയ്ച്ചോറ്, ബിരിയാണി ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കായിട്ട് മാത്രം കുറച്ച് ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അമ്പാടി നല്ല ഉറക്കാട്ടോ. അമ്പാടി എന്താ കുറേ നേരമായി ഞാൻ ഉറക്കിയിട്ട് കിടത്തിയിട്ട് അപ്പോൾ ഉണർന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഓന് ഉണർന്നിട്ട് ഓന് കൊടുക്കണം കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാട്ടോ ബിരിയാണി.
അപ്പോൾ ഇതേപോലെയൊക്കെ സാധനങ്ങൾ കിറ്റൊക്കെ കിട്ടല് ഇവിടെ മാത്രമേ കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അവർക്ക് അവിടെ ഒന്നും കൊടുക്കല് കേട്ടോ ഇങ്ങനെ സംഭവം. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങോട്ട് കൊടുക്കൽ ഇങ്ങോട്ട് കൊടുക്കൽ വാങ്ങലൊക്കെ കേട്ടോ. അതേപോലെ പെരുന്നാളായി കഴിഞ്ഞാൽ എന്താ പറയുക സാധനങ്ങൾ കൊടുക്കുന്നതിനൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.